സുഹൃത്തുക്കളെ, അപ്പം ഞാൻ നിൽക്കുന്ന പ്രദേശം നിങ്ങൾക്കറിയാം. ഇവിടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഉണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് ശേഷം ഇവിടെയായിട്ട് കാണുന്നതാണ് സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗൺ ഉണ്ട്. അതിലവിടെ കെട്ടിട സമുച്ചയം, അതാണ് സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗൺ ബേ ഏരിയ. അതിനടുത്തായിട്ടുള്ള പാലം ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ ആലോചിച്ചു, ഇവിടെ നിന്ന് വാർത്ത വായിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. നമുക്ക് അവിടെ കാണാം, അതിൻ്റെ നടുക്കായിട്ട് അൽക്കട്രാസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിസൺ സിസ്റ്റമാണത്, ജയിലാണ്. അവിടെ വളരെ ഇപ്പം അത് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. കാരണം വളരെയധികം മോശപ്പെട്ട മനുഷ്യാവകാശ രേഖകളോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു ഇതാണുള്ളത്. പിന്നെ ഇതിന് താഴെയായിട്ട് കാണുന്നത് ഒരു മിലിറ്ററി ബേസ് ആയിരുന്നു. പക്ഷെ അതൊരു ഗ്രൂപ്പ് ഇപ്പം മിലിറ്ററി ക്യാമ്പ്, അത് രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ നിലനിന്നിരുന്ന ഒരു മിലിറ്ററി ബേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരു റിസോർട്ട് ആക്കിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിലിറ്ററി മെമ്പേഴ്സിന് അവർ വലിയ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ വലിയ നല്ല റിസോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന ആഗോള വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ, അതായത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം, 850 പോയിന്റ് താഴേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയും ലോകവും സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലേക്കാണോ എന്നാണ്, ഒരു റിസഷന് സാധ്യതയുണ്ടെന്നാണ് മുഖ്യ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൻ്റെ നയങ്ങൾ, ട്രംപ് ധീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എക്കോണമി തകരില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, 1.5 മാസം ആകുന്നുള്ളൂ, ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്, അത് തിരിച്ചു വരും, അത് വീഴ്ച, അദ്ദേഹത്തിന് ഭയമില്ല. അദ്ദേഹം പറയുന്നത്, ഇതിനോട് താങ്കൾക്ക് അത് ഒട്ടും ആശങ്ക തന്നെയില്ല, കാരണം ഇത് തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ യുദ്ധങ്ങൾ അവസാനിക്കുമ്പോൾ, യുക്രൈനിലുള്ള യുദ്ധം അവസാനിക്കുന്നു, റഷ്യയായിട്ടുള്ള ഇത് വരുന്നു, തന്നെയുള്ള എണ്ണ വിനിമയം, ഇതൊക്കെ ലോകം അദ്ദേഹം വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജോ ബൈഡൻ തന്ന എക്കോണമി നശിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയിൽ 850 പോയിന്റ് താഴേക്ക് പോയിരിക്കുന്നു. ഒപ്പം തന്നെ ക്ലൈമറ്റ്, പ്രകൃതിയോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ല. മുമ്പ് നമുക്കറിയാം, ഗ്രീൻ എനർജി, സോളാർ, ഈ ഫാന്, കാറ്റാടി യന്ത്രങ്ങളൊക്കെ വെച്ച് കറണ്ട് ഉണ്ടാക്കാനായിട്ട് ഒബാമയും ബൈഡനൊക്കെ നടന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് യാതൊരുവിധ പ്രതിബദ്ധതയും പ്രകൃതിയോടോ ക്ലൈമറ്റ് ചേഞ്ചിനോടോ ഇല്ല, തകർന്നടിഞ്ഞോട്ടെ, യാതൊരു കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതിലാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ റഷ്യ, ഇത് ഒരു ഒത്തുതീർപ്പിലേക്കാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ആവുന്നത്ര ഈസ്റ്റേൺ സൈഡ്, യുക്രൈൻ്റെ ഈസ്റ്റേൺ സൈഡിൽ പട്ടാളത്തിന് വിന്യസിച്ചിട്ട് ആവുന്നത്ര ഭൂമി പിടിച്ചെടുക്കുന്നതാണ് നടക്കുന്നത്. ഇപ്പം മാർക്കോ റൂബിയോ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, പറയുകയുണ്ടായി, ഇതുവരെ റഷ്യ പിടിച്ചതൊക്കെ റഷ്യയുടെയാണ് എന്നുള്ള ഒരു രൂപത്തിലാണ് മാർക്കോ റൂബിയോ ഇതിനെ പറ്റി പ്രതിപാദിച്ചത്. ഒപ്പം ഇതൊക്കെയാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ. ഒപ്പം താരിഫ് വാർ നടക്കുന്നു, ചൈനയെ എവിടെ ചെന്നെത്തുന്നതിനെ കുറിച്ച് ഇപ്പോഴും അറിയില്ല. ആരൊക്കെ ട്രംപിൻ്റെ വരുതിയിൽ വരും, ആരൊക്കെ ട്രംപിന് പുറമെ പോകും. ഇപ്പം 3 ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ലോകത്തിലേക്ക് വരാൻ പോകുന്നത്. യൂറോപ്പ് തകർന്നടിയും ഈ തിരിയിൽ പോയാൽ, കാനഡ ഇല്ലാതാകും, ചൈനയും ഇല്ലാതാകുന്ന സ്ഥിതി. ചൈനയാണ് ടാർഗറ്റ്, ട്രംപിൻ്റെ ടാർഗറ്റ് ചൈനയാണ്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഇന്ത്യ നെഗോഷിയേഷന് വേണ്ടിയിട്ട് പീയൂഷ് ഗോയൽ വാഷിങ്ടണിൽ തമ്പടിച്ചിട്ട് ട്രംപ് അധികാരികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയായിട്ട് നെഗോഷിയേഷൻ അതിശക്തമായിട്ട് നടക്കുന്നു. അത് എവിടെ വരെ എത്തുമെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അവസാനം മാത്രമേ കണ്ടറിയാൻ പറ്റുള്ളൂ. യൂറോപ്യൻ യൂണിയനുമായിട്ടും ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണത ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും ഒരു സൂചന കിട്ടിയിട്ടില്ല. ഒപ്പം തന്നെ ഇത്തരം വാർത്തകളാണ്. താരിഫ് യുദ്ധത്തിലേക്ക് ട്രംപ് ഒരു അടി പിന്നോട്ട് പോകുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച്, ഡൗ താഴ്ന്നിരിക്കുന്നു, റഷ്യ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു, യുക്രൈൻ്റെ പ്രതിനിധികളുമായിട്ടും ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു പര്യവസാനം വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നെന്ന് കാണാം. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കേരള വാർത്തകൾ. കേരളത്തിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ക്യാപ്റ്റൻ വെർഷൻ 3.0 പിണറായി വിജയൻ തന്നെ 2026 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുമോ?
അതോ നമ്മൾ ഇപ്പോൾ പണ്ട് ഇത് അറിയാവുന്നതുപോലെ പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്തും പല ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഇതിനുള്ളിൽ പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ക്യാപ്റ്റൻ തന്നെ നയിക്കും. ഇത് ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനെ കാണിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ പോലെ ആയിരിക്കുമോ ഇത് എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. ഒപ്പം തന്നെ അവിടെ ശ്രീമാൻ പിണറായി വിജയനെ കാണിച്ച് ആരായിരിക്കും പിണറായി വിജയൻ 80 വയസ്സിനോട് അടുത്ത് നിൽക്കുന്നു. ഈ വാർദ്ധക്യത്തിൽ അദ്ദേഹം വീണ്ടും 2026 മൂന്നാമത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ, അതോ വേറൊരാളെ അദ്ദേഹത്തിനെ കാണിച്ച് വോട്ട് നേടിയ ശേഷം വേറൊരാളെ? നമുക്കറിയാം നയങ്ങളിൽ വ്യക്തമായ മാറ്റം. ഇസ്ലാമിക പ്രീണനം ഇടതുപക്ഷം മാറ്റിവെച്ചിരിക്കുന്നു. അവർക്ക് ഇനി ഇസ്ലാമിക വോട്ട് എത്രയൊക്കെ പറഞ്ഞാലും ഇസ്ലാം വോട്ടുകൾ ഒരു 20-25% അത് എത്ര മോശപ്പെട്ട സ്ഥിതിയാണെങ്കിലും ഇടതുപക്ഷത്തിനുള്ളതാണ്. 20 മുതൽ 25%. ബാക്കി ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ മധ്യ തിരുവിതാംകൂറിലും തെക്കും നിന്നും നേടിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാം വട്ടം അത് വിജയിക്കുമോ? കാരണം വിജയിക്കുമെന്ന് വേണം കരുതാനായിട്ട്. കാരണം പ്രീണനം മാറ്റി നയം മാറ്റിയിരിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ്റെ അണ്ടറിൽ മൂന്നാമതും ഇലക്ഷനെ നേരിടും എന്നാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ചർച്ചയിൽ വരുന്നത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ. നമുക്കറിയാം പുഷ്പനെ അറിയാമോ ഈ ഗാനം നമ്മൾ കേരളം കേട്ടിരിക്കുന്നതാണ്. എന്നാൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ലോകത്തോട് മുമ്പ് സമരം ചെയ്തോ, കൂത്തുപറമ്പിൽ വെടിവെച്ചതോ, 5 ആൾ മരിച്ചതോ, രക്തസാക്ഷികളെ കിട്ടിയതോ, MV രാഘവൻ വിഷയമോ അതൊന്നും ഇപ്പോൾ വിഷയമല്ല. ഇപ്പേ ലോകത്തിനൊപ്പം പോകുക. നമുക്കറിയാം ഇവിടെ കമ്മ്യൂണിസം ആണെങ്കിലും അതൊരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മാർഗത്തിൽ ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസം ആയിട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഗുണത്തിലേ വരുള്ളൂ. ഞാൻ ചീത്ത കാര്യമായിട്ടല്ല പറയുന്നത്, അതൊരു നന്മയിലേക്ക് വരുള്ളൂ. കമ്മ്യൂണിസം മാറുന്നതിൽ നമുക്കെല്ലാം സന്തോഷിക്കാം. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പുഷ്പനെ അറിയാമോ മാറ്റിവെച്ചിട്ട് ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അവരൊക്കെ സമരം ചെയ്ത് വെറുതെ ആയെന്ന് പോലെയാവും. പക്ഷേ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പോൾ കേരളം ത്രിതല തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ 2026 നിയമസഭാ എലക്ഷൻ. ഈ നിയമസഭാ എലക്ഷൻ കേരളം ആരുടെ കൂടെ പോകും? കോൺഗ്രസിന് ഇന്നും സ്ഥാനമുണ്ടോ? പ്രീണന നയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എവിടെ എത്തിച്ചേരും? ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമോ? ഇതൊക്കെയാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം. നമുക്ക് ഇനി കണ്ടറിയാം എന്താണ് ഈ സംസ്ഥാന ഇതിന് ശേഷം. CPM റെഡി ഫോർ എലക്ഷൻ, CPM എലക്ഷന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കേരളത്തിൽ നിന്നും കിട്ടുന്ന സുപ്രധാനമായ വാർത്തകൾ.